ഗൈസ്, വെൽക്കം ബാക്ക് ടു ആംബ്രോസ് വ്ളോഗ്. ഗൈസ്, അപ്പം കുറേ നാളായി നമ്മൾ വ്ളോഗ് ഇട്ടിട്ട് നമുക്ക് മടിയായിപ്പോയി ഇടാതിരുന്നപ്പം അപ്പം മടിയായിപ്പോയി. അതുകൊണ്ട് നമ്മൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് എടുക്കുന്നു, പിന്നെ സമയം കിട്ടാതായി. ഇന്നപ്പോൾ ഒരു വ്ളോഗ് എടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആവില്ലെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ഇന്ന് പാലോളിയം ബീച്ചിലോട്ടാണ് പോണത്. നമ്മളെ കൂടെ ബണ്ടുണ്ട്, അംശുമാണ് ഡ്രൈവർ. അപ്പം അവിടെ ചെന്നിട്ട് കാണാൻ ബാക്കി പരിപാടി. അവിടെ പ്രണോണിനും കേശുണ്ട്. അപ്പം അവിടെ വെച്ച് കാണാം. അവരൊരു പാക്കേജിന്റെ പരിപാടി ഇട്ട് അവിടെ നിൽക്കുകയാണ്. പാക്കേജിന്റെ പേര് നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. അവിടെ ചെന്നിട്ട് കാണാം. പാക്കേജിന്റെ ഗോവ പാക്കേജ് ഉണ്ട്, ഓൾ ഇന്ത്യ പാക്കേജാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ബീച്ചിലോട്ട് എത്താറാകുമ്പോൾ കാണാം. ഓക്കെ, ഞങ്ങളെത്തി. പാർക്കിംഗ് എത്താറാകുന്നേ. എത്താറായി. നിങ്ങൾ ഇറങ്ങുന്ന പാക്കേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ പാലോളം ബീച്ചിലാണ് ഉള്ളത് ഗൈസ്. ആൾക്കാർക്ക് എന്തിനാ ഒതുങ്ങി കിടന്നൂടല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ പാലോളിയം ബീച്ച് എത്തിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങളങ്ങനെ പാലോളം ബീച്ചിൽ എത്തിയിരിക്കുന്നു. ഇവിടെ മുട്ടൻ ട്രാഫിക്കാണ് ഗൈസ്. നമ്മള് വെൽക്കം പാലോളിയത്തിന്റെ അടുത്തെത്തി. കൈപൊക്കി ഗൈസ്, കേശു കൈപൊക്കി പാർക്ക് ചെയ്തിട്ടേ വരുവോള് ഗൈസ്. അപ്പം നമ്മൾ പാർക്കിങ് ചെന്നപ്പം അവിടെ പാർക്കിംഗ് ഇല്ല. നമ്മളെവിടെ ചെന്നാലും അങ്ങനെയല്ലോ വിധി. പിന്നെ വേറൊരു പാർക്കിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടുന്ന് കുറച്ചുണ്ട് ബീച്ചിലോട്ട് എത്താനായിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മളെ പ്ലാൻ ഇതൊരു എന്താണെന്നൊന്നും മനസ്സിലായില്ല. എനിക്ക് ഗൈസ്, അപ്പം ഇതാണ് നമ്മളെ പാലോളിയം. ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിരിക്കുകയാണ്. പ്രണോണിനും കേശു ഇവിടുത്തെ റോയ്സ് ടൂർ പാക്കേജിൻ്റെ ഓണറാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ കയാക്കിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ റോയ് ടൂർ പാക്കേജിലെ ഓണറാണ് നമുക്ക് കയാക്കിങ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഗൈസ്, അപ്പം ന്യൂ ഇയർ ക്രിസ്മസ് ആയിട്ട് ഗോവയിലോട്ട് വരാൻ താല്പര്യമുള്ളവർ റോയ് പാക്കേജിനെ കോണ്ടാക്ട് ചെയ്യൂ. നല്ല ഓഫറുകളുണ്ട് ഗോവയിലോട്ട് വരാനായിട്ട്. ഗൈസ്, അപ്പം പാക്കേജ് വരുന്നതെന്ന് പറയുമ്പോൾ എത്ര എണ്ണം വരുന്നത്?
ഇപ്പൊ നമുക്ക് ഗോവ പാക്കേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ റേറ്റ് വരുന്നത് 3499 ആണ് വരുന്നത്. അതിന് നമുക്ക് 2 ദിവസത്തെ നൈറ്റ് സ്റ്റേ, പിന്നെ 2 ബ്രേക്ക്ഫാസ്റ്റ്, 2 ഡിന്നർ, പിന്നെ നമുക്ക് ഗോവ ചുറ്റിക്കറങ്ങാനുള്ള സ്കൂട്ടറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റ ID കൊടുത്തേക്കാം, നമ്പരും കൊടുത്തേക്കാം. അപ്പം ഗോവയിലോട്ട് വരാൻ താല്പര്യമുള്ളൊരു റോയ്സ് പാക്കേജ് ശരിക്കണം വർക്കല ഗൈസ്. അപ്പം നമുക്ക് കയാക്കിൻ 300 രൂപയ്ക്കാണ് ഇവിടെ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് 200 റോയ്സ് പാക്കേജ് ഡീൽ ഉറപ്പിച്ച് ബാർഗൻ ചെയ്ത്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇതേപോലെ ബാർഗൻ ചെയ്തൊക്കെ കാണാം ഓരോന്ന് സെറ്റ് ചെയ്യാൻ. ഇനി കട്ടാക്കാൻ പോകും, ഇനി ഇരുട്ടത്തിന് എടുക്കാം. അപ്പം നടക്കത്തില്ല. അപ്പം നമ്മളിന്ന് റൈഡിന് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. ബീച്ചൊക്കെ അങ്ങ് പണയക്കടയിൽ കിടക്കുകയാണ്. സ്കൂട്ടി എന്തിനാണ് ഇപ്പോൾ? അപ്പം വിസിലൊക്കെ ഉണ്ട് സേഫ്റ്റിക്ക്. പെട്രോൾ പമ്പ് അവിടെ നടത്തില്ല. ഗൈസ് അപ്പോൾ സേഫ്റ്റിക്ക് ഇവിടെ നമുക്ക് വിസിലൊക്കെ ഉണ്ട്. ഇങ്ങനെ അടിച്ചാൽ മതി, വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ. എല്ലാം മനസ്സിലായി പിള്ളേർക്ക്. ഗൈസ് നമ്മൾ സമയം ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് വരണമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മളെ ബോട്ട് നമ്പർ. वो केरला का ही है क्या जॉब करता है? अच्छा बात, हम लोग केरला का नहीं है, गोवा का है. हम लोग इधर है, रेस्टोरेंट है इधर. हाँ वो मेरे को बताया उसने, बट मेरे को मलयालम नहीं आता है ना. അപ്പം ആരൊക്കെ പഠിപ്പിച്ചു എടുത്തത് താഴെ വെളിന്നൊക്കെ. നമ്മളെ ചെരുപ്പ് നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോവാം. നീ അംശു ഞാനും ക്യാഷു നമ്മൾ ബാക്കി ഇരിക്കാം. ക്യാഷ് വണ്ടി തുഴയണം. നമ്മളപ്പോ പോയിട്ട് വരാം. അപ്പം ഇത്രയും വലിയൊരു ഓഫർ നമുക്ക് തന്നത്. 2 വീഡിയോക്ക് വേണ്ടിയാണ് വീഡിയോ ഇല്ലെങ്കിൽ കൊലപാതകോ. ഒരാളെ കൂടെ ഉണ്ട് ഇവിടെ. ആ ചുമന്നോണ്ടൊക്കെ വരുന്നു ക്യാഷ്. എടാ നിങ്ങളെ ക്ലൈന്റ് ഒക്കെ ഇവിടെ. ക്ലൈന്റിനൊക്കെ നമ്മളങ്ങോട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ക്ലൈന്റ് ഒക്കെ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഫോൺ ഇടാണ്. ഓക്കെ ഓക്കെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് എടുക്കണേ. എന്നിട്ട് നമ്മളെ പേജിൽ ഒന്ന് ഇടണം കേട്ടാ. ഗൈസ് അപ്പം നമ്മളെ വണ്ടി റെഡി ആയിരിക്കുന്നതാണ്. നമ്മളെ 2 കപ്പിത്താന്മാർ ഇറങ്ങാൻ പോവാണ്. ഇന്ന് സൺസെറ്റ് ഒന്നുമില്ല ഗൈസ്. ഇന്ന് മൊത്തം മഴക്കോളായതുകൊണ്ട് ഫുള്ള് എല്ലാം ഒരേ കളറാണ്. വെള്ളവും ആകാശവും എല്ലാം ഒരേ കളർ. നമ്മൾ ആദ്യത്തെ അതിഥികൾ പോവുകയാണ്. എങ്ങോട്ട് പോകണമെന്നറിയോ? വള്ളംകളി. യെസ്, വള്ളംകളി. അപ്പോൾ എങ്ങോട്ടൊന്നല്ലാതെ ഒരു ഐഡിയ ഇല്ലാതെ പോവുകയാണ്. തിന്തിനത്തെ ഇതാരും. അപ്പം നമ്മളെ വണ്ടി ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. ഗൈസ് പോകാൻ വെള്ളത്തിൽ പോകുന്നൊന്നും അറിയത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കയറി ഇരിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കയാക്കിങ്ങിലാണ്. ഇതിങ്ങനെ തുഴഞ്ഞാലേ ഇത് നീങ്ങോള്. പക്ഷെ നമ്മൾ തുഴയുന്നില്ല. ഇത് മറി എപ്പോൾ ആണെങ്കിലും നമ്മളെ വണ്ടി രക്ഷിക്കണമെങ്കിൽ. ദൈവമേ ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ മരണം മുമ്പിൽ കണ്ടുള്ള യാത്രയിലാണ്. ക്യാഷാണ് ഡ്രൈവർ. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസ പ്രകടനത്തിലായി ഗോവയിലോട്ട് വരൂ. റോയ്സ് ടൂർ പാക്കേജ് ഗൈസ്. അപ്പം നമ്മൾ കടലിലെ മധ്യത്തെത്തി. ഈ വള്ളം മറിയുമെന്ന് ഡൗട്ടുണ്ട്.
കാരണം നമ്മൾ തുഴയുന്നില്ല. അയ്യോ ആരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കേശമാണ് വള്ളം തങ്ങി കളിക്കുന്നത്. നമുക്ക് അവന്മാര് അങ്ങ് കണ്ടെത്തി തോന്നുന്നു. അങ്ങനെ തുഴഞ്ഞ് നമ്മളെ പാർട്ണർമാരുടെ അടുത്തെത്തി. അവിടെ മെഗാ വള്ളംകളി. അതാ ചെമ്പക്കുളം കായംകുളം എല്ലാരും വരികയാണ്. അയ്യോ ഇനി തിരിച്ചു പോണല്ലോ. കടലവിടെ ഇവിടുന്ന് പിസിലടിച്ച് അവിടെ എത്താൻ സമയം എടുക്കും രക്ഷിക്കാൻ. അപ്പം ആഴക്കടലിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേശു എന്ന ഒരു കപ്പിത്താനം കൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം എത്തിയത്. ആകാശത്തെ നാം കാക്കുറേ ആഴക്കടൽ നാം പാക്കുറേ. ആ പൊള്ളിയുടെ ദാണ്ട കിടന്നൊക്കെ ഉറങ്ങുന്നതിനകത്ത്. എവിടെ ചുമയുള്ള ചെറുക്കനെ കണ്ട കടലിന്റെ മധ്യത്തിൽ തോന്നി കിടക്കുന്നത്. ചില്ലറ ഇതല്ലല്ലേ. ഇവിടെയൊക്കെ 3-4 അതിഥികളെ നമുക്ക് കിട്ടി ആഴക്കടലിൽ മുങ്ങിച്ചാവാനായിട്ട്. എന്നാ പറയാ പോവാം. അപ്പം എന്താണ് ഇതിനുള്ള എക്സ്പീരിയൻസിനെ പറ്റി? നമ്മൾ നേരത്തെ കായാക്ക് ചെയ്തോണ്ട് കൊള്ളാം, ഇതും കൊള്ളാം, അതും കൊള്ളാം. അതെവിടെയാണ്? കടലിലാണോ? അല്ല, കായലല്ലേ? ഇത് കടലിൽ മുങ്ങിച്ചാവും. അത്ര റിസ്ക് എടുത്ത പരിപാടിയാണ്. അംശം എന്താണ് പറയാനുള്ള ഇതിനെ പറ്റി? സ്പോൺസർ ചെയ്ത റോയ്സ് പാക്കേജിലെ പ്രണവണ്ണന് താങ്ക്സ്. കയാക്കിനെ പറ്റി എന്താണ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം ആണ്, പക്ഷേ ഗുഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മലയിലൊക്കെ കയറി. ആ മലയിൽ പോയില്ലേ? നിങ്ങൾ വന്ന മലയിൽ നമ്മൾ ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കടലിലെ കയാക്കിനെ പറ്റി എന്താണ് കേശു പറയാനുള്ളത്? തോട്ടില് കയാക്ക് ചെയ്യുന്ന പോലെയല്ല, കടലിൽ കയാക്ക് ചെയ്യാൻ നല്ല ആഴമുള്ളതാണ്. അപ്പൊ നമ്മൾ മുങ്ങിച്ചാവാൻ പോവുകയാണെങ്കിൽ അതാണ്. ഒരു ശാന്തമായിട്ടുള്ള കടലായതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. വെള്ളത്തിൽ വീണാലും അതാണ്. നമുക്കിങ്ങനെ റിലാക്സൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാം. മുങ്ങിച്ചത്താലും രക്ഷിക്കാൻ ആൾക്കാരുണ്ട്. ഡോണ്ട് വെറി. പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും നീന്താറിനൂടെ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി ചാവറാക്കിയാണ്ടേ ആ ചാവ നേരത്തെ ഈ പിസിലെടുത്ത് ഊതുക. ഇപ്പോൾ ഊതിയാൽ ശരിയാവില്ല, ബോട്ട് വരും. അതുകൊണ്ട് ഊതണ്ട. ഞാൻ പറഞ്ഞതാണ്, ഇത് ആണ് മെയിൻ. ഇതിൽ ഊതിയാൽ ഇവിടെ ആളെത്തും നമ്മൾ രക്ഷിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ കയാക്കിനെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു വ്ലോഗാണ്. അപ്പം അടുത്ത വ്ലോഗായിട്ട് ഇനിയും കാണാം. അടുത്ത വ്ലോഗ് ഇനിയും കാണാം വരുന്നതാണ്. ഓക്കെ, ബൈ.